ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ബെക്കോ LDC പരീക്ഷാ നോട്ടിഫിക്കേഷൻ 2025 പ്രതീക്ഷിക്കാമോ? നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ്, എന്താ ബെക്കോയുടെ LDC 2025 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമോ? പക്ഷേ വളരെ സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2021 ബെക്കോ LDC ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിയമനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാലാവധി 2027 ഫെബ്രുവരിയോട് കൂടി എന്തിരിക്കും, അവസാനിക്കും. അപ്പോൾ അതിനു മുന്നേ തന്നെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് ബെക്കോ LDCക്ക് പ്രസിദ്ധീകരിക്കേണ്ടതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് 2025 ലാസ്റ്റ് മാസങ്ങളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് SSLC തത്തുല്യ യോഗ്യതയാണ്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സിന് ഉള്ളിലാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴേ നോക്കി പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തു നിൽക്കാതെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. 2021 നവംബർ മാസത്തിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. അത് 2 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടന്നിരുന്നത്. പ്രിലിംസും മെയിൻസും എന്ന 2 ഘട്ടങ്ങൾ. പ്രിലിംസിൽ എന്ത് ചെയ്തു, ഇംഗ്ലീഷും അതേപോലെ മലയാളവും ഒഴിവാക്കി മറ്റെല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. GK എന്ന് പറയുന്നതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, കറണ്ട് അഫെയർസ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, സകല ഈ ഒരു രീതിയിലുള്ള എല്ലാ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു എക്സാംസ് ആയിരുന്നു പ്രിലിംസ് ഉണ്ടായിരുന്നത്. മെയിൻസിൽ വരുമ്പോൾ എന്തായി, അഡീഷണൽ ആയിട്ട് മലയാളവും അതേപോലെ ഇംഗ്ലീഷും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന SSLC അടിസ്ഥാന യോഗ്യതയാക്കിയിട്ടുള്ള പരീക്ഷയിൽ 2 ഘട്ടമായുള്ള പരീക്ഷ മാറ്റി ഒറ്റ ഘട്ടമായിട്ട് പരീക്ഷ നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബീവറേജ് LDCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ LDC മാതൃകയുള്ള ചോദ്യ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. അതേപോലെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഓരോരോ സെക്ഷനും പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. കാരണം ഉയർന്ന നിലവാരമുള്ള കട്ട് ഓഫ് ആണ് ഈ ഒരു ബീവറേജ് LDCക്കൊക്കെ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം അല്ലേ, 74 2021 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച ബീവറേജ് LDCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 74. അതേപോലെ ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കിക്കോളൂ, 9190 മുതൽ 15,780 രൂപ വരെയാണ്. കൂടാതെ ഇതിന് അഡീഷണൽ ആയിട്ട് കമ്മീഷൻ പേ കൂടി വരുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു സാലറി പാക്കേജ് തന്നെ ഈ ഒരു ബീവറേജ് LDCക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ കഴിഞ്ഞ മെയിൻസിൻ്റെ എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 100 മാർക്കിൻ്റെ OMR പരീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് 1 മണിക്കൂർ 30 മിനിറ്റുള്ള സമയത്തിനുള്ളിലാണ് നമുക്ക് 100 മാർക്കിന് ആൻസർ ചെയ്യാനുള്ള സമയം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിലെന്ത് ചെയ്തു, നമുക്ക് ഇംഗ്ലീഷ് കൂടാണ്ട് എന്ത് ചെയ്തു, അതിന് മലയാളം അല്ലെങ്കിൽ തമിഴ്, കന്നഡ ഇതിലേതെങ്കിലും ഒന്ന് അഡീഷണൽ ആയിട്ടൊരു ലാംഗ്വേജ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, ചോദ്യ പേപ്പറുകളിൽ നമുക്ക് മറ്റൊരു ഭാഷയിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു പരീക്ഷ നടത്തിയിരുന്നത്. 6/5/2023 മെയിൻസിൻ്റെ പരീക്ഷ നടന്നത്. റിസൾട്ട് വന്നിരിക്കുന്നത് 6/2/2024 റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൻ്റെ കാലാവധി അപ്പോൾ 2027 ഫെബ്രുവരി 6 കൂടി അവസാനിക്കും. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1619 പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 74. ഈ ഒരു 1619 പേരിൽ നിന്നും 202 പേർക്കാണ് ഇപ്പോൾ എന്ത് പോയിരിക്കുന്നത്, അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിലിനി ഒരു 2 വർഷത്തെ കാലം കൂടി ഉള്ളത് കൊണ്ട്, 2 വർഷമില്ല, 1 വർഷവും ഏകദേശം 2 വർഷത്തെ കാലയളവ് കൂടി ഉണ്ട്. അതിനുള്ളിൽ തന്നെ മറ്റുള്ള കാൻഡിഡേറ്റ്സിന് കൂടി അഡ്വൈസ് മെമ്മോ പോകുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി പറ്റാൻ സാധിക്കും. അതിന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഓരോരോ സബ്ജക്റ്റും തരംതിരിച്ച് GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും, ഹിസ്റ്ററി വരും, ജിയോഗ്രഫി വരും, സിവിക്സ് വരും, പൊളിറ്റിക്സ് വരും. അതുപോലെ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ കറണ്ട് അഫെയർസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ സയൻസ് ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം, വൈഡായിട്ട് തന്നെ പഠിക്കണം. എല്ലാത്തിൻ്റെ ബേസിക്സ് നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷകൾക്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം എല്ലാ കാൻഡിഡേറ്റ് ഇപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്, തത്തുല്യ യോഗ്യത. അതായത് SSLC അല്ലെങ്കിൽ തത്തുല്യം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി കാൻഡിഡേറ്റ്സ് ഇപ്പോൾ SSLC ഒക്കെ തോൽക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് SSLC ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക്
നമുക്ക് മത്സരിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്താണ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഫോക്കസ് ആയിട്ട് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളെ വളരെ അനായാസേന നമുക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. അത് മുന്നിൽ കണ്ടു വേണം നമ്മൾ എന്ത് ചെയ്യണം, ഓരോരോ പരീക്ഷയ്ക്കും തയ്യാറെടുക്കാൻ. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ടുള്ള പരിശീലനം ചെയ്യണം. നിരന്തരമായ പരിശീലനം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിക്കുന്നതിന് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പരീക്ഷാ ബേസിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്ന് ആൻസറുകൾ കണ്ടെത്തി സോൾവ് ചെയ്ത് എങ്ങനെയാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ തിരുത്തി വീണ്ടും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങണം. അപ്പോൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഈ രീതിയിലുള്ള പരീക്ഷകൾക്കൊക്കെ നല്ല മാർക്ക് മേടിക്കാൻ പറ്റൂ. ജസ്റ്റ് പാസ്സായതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം എന്താണ്, ഇപ്പോൾ കട്ട് ഓഫ് ഒക്കെ 74 മെയിൻ ലിസ്റ്റിൽ 1600 പേരുണ്ട്. അതിൽ 202 പേർക്ക് മാത്രമേ ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ്, കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അതേപോലെ സിലബസ് വളരെ നന്നായിട്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു രീതിയിലുള്ള ജോബുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ടിപ്സും ട്രിക്സും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മിൻറ്റ് എഡ്യൂടെക് ഫോളോ ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കറണ്ട് അഫെയർസ് നമ്മൾ ഡെയിലി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് പഠിക്കാം. അതുപോലെ ടോപ്പിക് വൈസ് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക് അനുസരിച്ച് തന്നെ നമ്മൾ സബ്ജക്റ്റും അതിൽ കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.